ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ നമ്മളെ ARX ഫേസിലെ സിറ്റുവിന്റെ അച്ഛൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നത്? കർണാടകയ്ക്കാണ് നമ്മൾ പോണേ. യെസ്, അത് നേരത്തെ പറഞ്ഞല്ലോ നമ്മള്. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ കർണാടകയ്ക്കാണ് പോകുന്നത്. ഞങ്ങൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് 1 മണിക്കാണ് ട്രെയിൻ. അപ്പൊ ഞങ്ങൾ 1 മണിക്ക് ട്രെയിനിൽ രാവിലെയാണ് ഞങ്ങൾ ബാംഗ്ലൂർ മംഗലാപുരാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ആ മംഗലാപുരത്ത് നിന്ന് ഞങ്ങളെ ബസ് വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യും. അപ്പൊ മംഗലാപുരത്ത് ഞങ്ങൾ ഫസ്റ്റ് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അകുംബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അകുംബ ഫാമിലി ട്രിപ്പാണ്. വില്ലേജ് വാക്കുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. ഞങ്ങൾ ചാനലിൽ കൂടി ഞങ്ങൾ അറിയിക്കുന്നതാണ്. അതിൽ കൂടുതൽ സപ്പോർട്ട് നിങ്ങളെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടാവണം. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ഒരിക്കലും മറക്കരുത്. അപ്പൊ ഞങ്ങൾ കൂടുതൽ വീഡിയോസിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 12 മണിക്കാണ് ഞങ്ങൾ ട്രെയിന് വരുന്നത്. അപ്പോൾ നമ്മളെ ഈ ട്രിപ്പ് കൊണ്ടുപോകുന്നത്, ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ഒരാൾ ഞങ്ങളുടെ ബാബുവേട്ടനാണ്. ഒരുവിധം കുറേ ട്രിപ്പുകൾ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നിലവിൽ ഇന്ന് ഇറങ്ങിയ ഒരു ട്രിപ്പ് ബാബുവേട്ടൻ്റെ ഒപ്പരാണ്. അപ്പോൾ ബാബുവേട്ടൻ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ബാബുവേട്ടൻ പറഞ്ഞു തരുന്നതാണ്. നമ്മളൊക്കെ ഇതിപ്പം ഇതുവരെ പോയ ട്രിപ്പിൻ്റെ അകത്ത് ഒരു വ്യത്യസ്തമായ ട്രിപ്പാണിത്. ഇതൊരു മൺസൂൺ ട്രിപ്പ് എന്നാണ് പറയുന്നത്. മഴക്കാല വിനോദയാത്ര. അതിൻ്റെ അകത്ത് കർണാടകത്തിലെ ഉൾഗ്രാമങ്ങളിൽ മോർണിംഗ് വാക്ക്, മഴ കൊണ്ടുപോവുക, പിന്നെ ട്രെക്കിങ്, ഇതൊക്കെ ചെറുപ്പക്കാരാണ് ഇതിൻ്റെ യാത്രയിൽ അധികം വരുന്നത്. പക്ഷെ നമ്മുടെ കൂടെ 6 മാസം പ്രായമുള്ള കുട്ടി തുടങ്ങിയിട്ട് 75 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർ വരെ ഉണ്ട്. അതാണ് ഒരു പ്രത്യേകത. വെച്ചാൽ ഇത് കൂടുതലും ചെറുപ്പക്കാർ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോണ സ്ഥലത്താണ് നമ്മളെ പ്രായമുള്ള ആൾക്കാർ. നമ്മളെ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് കൂടുതലും പെണ്ണുങ്ങളാണ്. അതാണ് ഒരു പ്രത്യേകതയും കൂടെ. അതപ്പോൾ പിന്നെ മാത്രമല്ല, ഇപ്പം സാമൂഹിക സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഭീകര സംഭവങ്ങൾ കർണാടകത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വെല്ലുവിളിച്ചും കൊണ്ടാണ് നമ്മൾ ഈ യാത്ര പോണത്. ഇന്ന് പുറപ്പെട്ട് രാവിലെ 5:30 മണിക്ക് അവിടെ എത്തും. അതിനുശേഷം നമ്മൾ ഫ്രഷായി എല്ലാം കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ജെയിൻ ടെമ്പിൾ ആണ് സന്ദർശിക്കുന്നത്. ജെയിൻ ടെമ്പിൾ ആണ് നമ്മൾ ആദ്യം സന്ദർശിക്കുന്ന സ്ഥലം. ജെയിൻ ടെമ്പിൾ ആണ്. 1000 കൽമണ്ഡപമുള്ള ജെയിൻ ടെമ്പിൾ ആണ്. 1000 കൽമണ്ഡപം. പിന്നെ ഗോമടേശ്വര, പിന്നെ ശൃംഗേരി. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയതാണ്, കുഞ്ഞായിരിക്കുന്നേരം പോയതാണ്. പിന്നെ അവിടുന്ന് തൽക്കാലം അവിടുന്ന് പിരിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ താമസിക്കുന്ന മല്യ റെസിഡൻസി, അകുംബയിലെ റെസിഡൻസി, ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് മല്യ റെസിഡൻസി എന്ന സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അകുംബയിലെ ഒരു സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുന്ന ഇതാണ് മല്യ റെസിഡൻസി. അവിടെ ഭക്ഷണം കഴിച്ച് വീണ്ടും നമ്മൾ കുണ്ട്രാഡ് ഹില്ലിലേക്കാണ് പോണത്. അത് ഓപ്പൺ ലോറിയിലാണ് പോണത്. ഓപ്പൺ ലോറിയിലാണ് പോണത്. അത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും കേട്ടോ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. ഓപ്പൺ ലോറി, അതായത് വേണമെങ്കിൽ ഓട്ടോറിക്ഷ പോകേണ്ടവർക്ക് ഓട്ടോറിക്ഷ പോകാം. ഇവിടെ ഓപ്പൺ ലോറിയിലാണ്. പിന്നെ അന്ന് അത് കണ്ട് വൈകുന്നേരം അവിടെ നൈറ്റിൽ നമ്മുടെ ക്യാമ്പ് ഫയർ, പിറ്റേന്ന് രാവിലെ മോർണിംഗ് വാക്കാണ്. ഗ്രാമത്തിലേക്ക് രണ്ടാമത്തെ ദിവസം രാവിലെ തുടങ്ങുന്നത് മോർണിംഗ് വാക്കാണ്. മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വന്ന് വീണ്ടും നമ്മുടെ താമസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും കവലൈ ദുർഗ എന്ന് പറഞ്ഞൊരു കൊട്ടാരം, കവലൈ ദുർഗ കൊട്ടാരം, അതിനുശേഷം ഗ്രാസ് കോർട്ട്, അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് റൂമിൽ നിന്ന് വെക്കറ്റ് ചെയ്യും. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് 1-2 സൺസെറ്റ് അതൊക്കെ കണ്ടിട്ടാണ്. ഏതായാലും ഒരു അടിച്ചുപൊളി ട്രിപ്പാണ്. പക്ഷെ അത് പ്രായമുള്ള ആൾക്കാരാണ് കൂടുതൽ. അതിൻ്റെ അകത്ത് ഈ ഇത്തരം പ്രായക്കാരും കൂടെ ഞങ്ങൾ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ യാത്ര ആണ് ഒരു പ്രത്യേകതയുള്ള ഒരു യാത്രയാണ്. താങ്ക് യു ബാബാ, താങ്ക് യു. അതാണ് അങ്ങനെ നമ്മളെ ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. ലേറ്റ് ആണ്, 12 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്. ഇപ്പോൾ 12 മണിക്ക് എത്തേണ്ട ട്രെയിൻ 1 മണി 1:30 സമയം ഇപ്പോഴാണ് ട്രെയിൻ എത്തുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് കയറാനുള്ള പോവാണ്. മംഗലാപുരത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മളെ ബസ് വരും പിക്ക് ചെയ്യാൻ. അപ്പൊ ഗൈസ്, നമ്മളിതാ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ രാവിലെയായി, പുലർച്ചെയായി. നമ്മളിത് അവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേഗം പോകണം. കുറച്ച് തിരക്കൊക്കെ ഉണ്ട് നമ്മളെ ബസ്.
ഇതാ നമുക്ക് വന്ന ബസ്സാണ്, മഹേശ്വരി എന്ന് പറഞ്ഞ ബസ്സാണ്. നമുക്ക് ബസ്സിലേക്ക് പോകാം. ഇതാണ് നമ്മളെ റൂം. ഹായ്, നമ്മൾ ഫ്രഷ് അപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അത് നമ്മൾ അച്ഛൻ്റെ കൂടെ, അമ്മയുണ്ട്. അമ്മ നടക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ബസ്സിലേക്ക് പോകണം. ബസ്സിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ബസ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മൂടബദ്രയിലേക്കാണ് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാൻ. വേറെ വീഡിയോ കേൾക്കാം. ഓട്ടോ ചേട്ടന്മാരുണ്ട് ഇവിടുത്തെ, മംഗലാപുരത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും മുഹമ്മദ് ആരിഫ്. അപ്പോൾ എല്ലാവർക്കും വേട്ടാ. ഓക്കെ. അപ്പോൾ ചേട്ടന്മാരെ പരിചയപ്പെട്ട്, ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാരാണ്. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞായിരുന്നു ഞങ്ങളൊന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ ചേട്ടന്മാർ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതാണ്. കുറച്ച് പേരോട് കഴിക്കുന്നുണ്ട്. അവരോട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തത് മൂടബദ്രി എന്ന് പറഞ്ഞ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഇവരൊക്കെ ഞങ്ങളുടെ യാത്രി ടൂർ ഫാമിലിയിലെ മെമ്പേഴ്സാണ് കേട്ടോ, എല്ലാവരും. അങ്ങനെ നമ്മൾ മൂടബദ്രി ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ ടെമ്പിളിലെ ഫസ്റ്റ് കവാടാണ് ഈ കാണുന്നത്. ഈ കവാടത്തിനുള്ളിൽ നമ്മൾ കടന്നിട്ട് വേണം. രണ്ടാമത് ഒരു കവാടുണ്ട്, അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. എന്നിട്ട്
തടാകത്തിൻ്റെ അടുത്തേക്ക് എത്താനായി. അവിടെ 2 തോണിയുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. 2 തോണിയിലും ഒരു 25 പേര് ഒക്കെ കയറുന്നുണ്ട്. പക്ഷെ നല്ല ഒരു രസമായിട്ടോ അങ്ങോട്ട് പോകാന്നുള്ളത്. ഇപ്പം അതൊക്കെ നമ്മളെ ആളുകൾ തന്നെയാണ് അധികം ഉള്ളത്. അതാ തോണിയിൽ നമ്മൾ കയറുകയാണ്. ഒരു സെറ്റ് ടീം ഒരു തോണി പോവും. അപ്പോൾ അവിടെ ആ നേരത്തെ പോയ ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്മള് ദ്വീപിന്റെ നടുവിലെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അമ്പലത്തിന്റെ പേരെന്താ ചേട്ടാ? കയ്യേ വാക്കേ. ഹലോ, ആട്ടല്ലേ. അങ്ങനെ തടാകത്തിൻ്റെ നടുവിലുള്ള ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. തോണിയിലെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ആടി ബാലൻസ് ചെയ്ത് വരില്ലേ, ഒരു നല്ലൊരു യാത്രയായിരുന്നു. അമ്പലത്തിൻ്റെ ചുറ്റുപാടും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പിൻവശത്താണ് ഉള്ളിലേക്ക് കയറാൻ, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറാൻ പോവുകയാണ്. ഈ അമ്പലത്തിനെ പ്രത്യേകത വെച്ചാൽ ഒരാൾക്കാണ് ഇതിന് വലം വെക്കാനുള്ള സ്ഥലമുള്ളൂ. ഈ ചുമരിൻ്റെ ഗ്യാപ്പ് വളരെ കുറവാണ്. നമുക്ക് ചരിഞ്ഞ് വേണം കയറാൻ. അതിന് ഈ വിഗ്രഹത്തിന് വലം വെക്കണമെങ്കിൽ അതവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഗോമടേശ്വര കാർക്കലയിലെ ദക്ഷിണ കാർക്കല 1432 ഇത് സ്ഥാപിച്ചത്. 10 വർഷത്തിലൊരിക്കൽ കുംഭാഭിഷേകം നടക്കുന്നുണ്ട്. അത് ഹെലികോപ്റ്ററിലാണ് അതിൻ്റെ അഭിഷേകങ്ങൾ നടക്കുന്നത്. ദീപസ്തംഭം ഉണ്ട്. 1436 പ്രതിഷ്ഠിച്ച ദീപസ്തംഭം ഉണ്ട്. അത് അതിനുള്ളിലായിട്ട് കാണാം. ഓക്കെ.
ഹലോ. അങ്ങനെ ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ശൃംഗേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശൃംഗേരി അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇതിപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു. അപ്പം കുറേ ക്ഷീണിച്ചു. ഇനിയിപ്പോൾ ഞങ്ങളിതാ ശൃംഗേരി എന്ന അമ്പലത്തിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾ ഇടുന്നതാണ്. ഓക്കെ, ഇതാണ് ക്ഷേത്രത്തിലുള്ള മെയിൻ കവാടം. നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. കമാൺ. ഈ കാണുന്നതാണ് ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമാണ് കാണുന്നത്. അതിനോട് ചേർന്നിട്ടുള്ള ക്ഷേത്രമാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഇല്ല. അപ്പം ഇവിടെ വരെ നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഉള്ളിൽ കയറി തൊഴുതിട്ട് വരാം. അപ്പോൾ തൊഴുത് ഞാൻ പുറത്തെത്തിയിരിക്കുകയാണ്. ഈ ഇവിടെ ക്ഷേത്രം ചേർന്ന് വലിയൊരു പുഴയുണ്ട്. പുഴയ്ക്ക് ഓപ്പോസിറ്റ് ഒരു മഠം വേറെ ഉണ്ട്. അപ്പോൾ ഇതിൽ വെച്ചാൽ വേറൊരു വ്യത്യസ്തമായൊരു കാഴ്ച വെച്ചാൽ ഈ പാലത്തിന് താഴേക്ക് നമുക്ക് പോകാൻ കഴിയും. സ്റ്റെപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് ഈ പുഴയിലേക്ക് നോക്കാം. അതിലെന്ന് വെച്ചാൽ വലിയ മത്സ്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അത് ഞാൻ പാലത്തും കൂടി ഇപ്പുറം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു മഠമുണ്ട്. ഞാൻ മഠത്തിന് അധികം അങ്ങോട്ട് പോയിട്ടില്ല ഞങ്ങൾ. അപ്പോൾ ഇവിടുന്ന് നോക്കി കണ്ട് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ച് പോരുകയാണ് ഉണ്ടായത്. അങ്ങനെ ശൃംഗേരിയിലെ ഈ കാഴ്ചയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാർട്ട് 2 ആയിട്ട് നാളെ ഞങ്ങൾ അഗുംബയിലെ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ശൃംഗേരിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഞങ്ങൾ ഇനിയിപ്പോൾ ഇന്നത്തെ യാത്രകളൊക്കെ നിർത്തി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ഇനി. ഓക്കെ.